അമ്മേ നമുക്കിന്ന് കഞ്ഞി ആയാലോ? വാ മക്കളെ, നമുക്കിന്നൊരു കഞ്ഞിയും കൂട്ടാനും ഉണ്ടാക്കാം. നമുക്കൊരു എരിശ്ശേരി ഉണ്ടാക്കാം. ആദ്യം കായ എടുക്കാം, പേങ്കായ എടുക്കാം. അത് കഴിഞ്ഞ് ചേന എടുക്കാം. നമുക്കൊരു കഷ്ണം മത്തങ്ങ എടുക്കാം. അത് കഴിഞ്ഞ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന പയർ, വൻപയറാണ്. നമ്മളിത് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പയർ തട്ടി കൊടുക്കാം. അത് കഴിഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ നമുക്കൊന്നൊന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിവിടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ കുലുക്കി ഉപ്പെല്ലായിടവും ചേർന്നതിന് ശേഷം നമുക്കതിനെ അടച്ച്, നമുക്ക് ഗ്യാസ് തീർന്നു പോയി ഇൻഡക്ഷൻ കുക്കറിലാണ് ഞാൻ വയ്ക്കുന്നത്. നമുക്കിനി ഇത് വെന്ത് വരണത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് കഷ്ണങ്ങൾ വേവണ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. നമുക്കിനി ജാറിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ജീരകവും ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുരുമുളക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കറിവേപ്പില ഞെട്ടോടെ ഇടാം. ഞെട്ടോടെ ഇടുന്നത് നല്ല ടേസ്റ്റാണ്. നമുക്കിനി ഇതിനെ റെഡിയാക്കിയെടുക്കാം. കഷ്ണങ്ങളെല്ലാം വിസിൽ വന്നു കഴിഞ്ഞ് 3 വിസിൽ വരുമ്പോൾ റെഡിയാവും. നമുക്കിനി അതൊന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ചെറുതായിട്ട് കഷ്ണങ്ങൾ മീതെ കിടക്കണം, എന്നാലും ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിലോട്ട് അരച്ച് വെച്ച കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നല്ലപോലെ ഇളക്കി വലിയ കഷ്ണങ്ങളെല്ലാം ഒന്നും ഉടയ്ക്കാം, അല്ലെങ്കിൽ കുട്ടികൾ കഴിക്കില്ല, കഷ്ണം തിരിഞ്ഞു വയ്ക്കും. ഇനി നമുക്ക് താളിപ്പ് ഉണ്ടാക്കാം. ആദ്യമായി ചീനിച്ചട്ടി അടുപ്പി വെച്ച്, വെളിയിൽ അടുപ്പിലാണ് ഞാൻ വയ്ക്കുന്നത്, വിറവടുപ്പിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുവിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മുളകിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം ഉഴുന്നും പരിപ്പിടയാണ് ഞാൻ. ഉഴുന്നും പരിപ്പിട്ട് ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്കും അതിൽ തേങ്ങ തിരുവി വെച്ച തേങ്ങ കൊത്ത് കുറച്ചിടുകയാണ്. കുറച്ചിട്ട് ചെറിയ തീയിലിട്ട് ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഇതെല്ലാം കൂടെ റെഡിയായിരിക്കുന്ന എരിശ്ശേരിയിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി എടുക്കാം. നമ്മുടെ കഞ്ഞിയും എരിശ്ശേരിയും പപ്പടവും റെഡിയായിട്ടുണ്ട്. ചൂട് സമയമായാലും ഉച്ചയ്ക്ക് ഇത് കുടിക്കുമ്പോൾ നല്ലൊരു ഉന്മേഷം കിട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായി നമുക്ക് കാണാം.